അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾക്ക് സർവകലാശാലകളിൽ വിലക്കേർപ്പെടുത്തി താലിബാൻ ഭരണകൂടം. ശരീഅത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് താലിബാന്റെ പുതിയ നീക്കം. ഇതിനു പുറമെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നതിന് പോലും വിലക്കുണ്ട്. ശ്രുതി പ്രകാശ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രുതി, ശരിക്കും താലിബാന് വേണ്ടത് എന്തൊക്കെയാണ്? നമുക്കറിയാം, ഇതിനു മുൻപും താലിബാൻ ഇത്തരത്തിലൊരു കാടത്ത പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിനു മുൻപും പെൺകുട്ടികൾക്ക് എതിരെയായിട്ടുള്ള പല പരിഷ്കാരങ്ങളും താലിബാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിരോധിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സർവകലാശാലകളിൽ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ എഴുതിയ പുസ്തകങ്ങൾ സർവകലാശാലകളിൽ പഠിപ്പിക്കരുതെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ താലിബാൻ ഭരണകൂടം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ശരീഅത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് കണ്ടെത്തിയ 680 പുസ്തകങ്ങൾ താലിബാൻ നിരോധിച്ചിരുന്നു. ഇതിൽ 140 എണ്ണമാണ് സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ. ഇതിനു പുറമെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പാഠ്യ വിഷയങ്ങളും താലിബാൻ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ പടുത്തുയർത്തുന്നതിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച ചില സ്ത്രീകളുണ്ട്. ഇവരെ കുറിച്ചിട്ടുള്ള സാമൂഹിക ശാസ്ത്രങ്ങളും മറ്റു വിഷയങ്ങളും താലിബാൻ ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വിനിമയത്തിൽ സ്ത്രീകൾ വഹിച്ച പ്രധാന പങ്ക് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾക്കാണ് താലിബാൻ ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഇതിനു മുൻപും താലിബാൻ ഇത്തരത്തിൽ ഒരു കാടത്ത പരിഷ്കാരങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ അടുക്കളയിൽ ജനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റി സ്ത്രീകൾ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ മതി എന്ന രീതിയിലുള്ള കുറച്ച് കാടത്തപരമായിട്ടുള്ള പരിഷ്കാരങ്ങളാണ് ഇതിനു മുൻപും താലിബാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മതപണ്ഡിതരും വിദഗ്ധ സമിതിയും നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനമായിരിക്കുന്നതെന്നാണ് താലിബാന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ഡെപ്യൂട്ടി ഡയറക്ടർ സിയാവുർ റഹ്മാൻ അരൂബി പറയുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ കാടത്ത പരിഷ്കാരങ്ങളുമായി താലിബാൻ ഭരണകൂടം മുന്നോട്ട് വന്നിട്ടുണ്ട്. അനു, ശരി, ശ്രുതി പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.